Hey guys, welcome back to our YouTube channel. So ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിൻ്റെ ഡേ എന്താണ് ചെയ്യുന്നത്, എന്താണ് ഓണം ഡേ എങ്ങനെയാണ്, അതാണ് ഇന്നത്തെ വ്ളോഗ്. സോ ഞാൻ ഇന്ന് ഗുരുവായൂർ പോവുകയാണ്. എൻ്റെ ഓണം ഗുരുവായൂർ വെച്ചാണ്. സോ വി ആർ ഗോയിങ് ടു ഗുരുവായൂർ. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയിരിക്കുകയാണ്. സോ ദാറ്റ്സ് ഇറ്റ്, ലെറ്റ്സ് ഗോ. അതിനും നിങ്ങൾ ഓരോ ആൾക്കാരും ഓണം ഓരോ സ്ഥലത്തു നിന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ ഇന്നൊരു കുറച്ച് വെറൈറ്റിക്ക് വേണ്ടി ഈ ഓണം നമ്മൾ ഗുരുവായൂരിൽ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ തേജസ് അവൻ്റെ വീട്ടിൽ നിന്നായിരിക്കും ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. ആ വിശേഷങ്ങളായി അവൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ ഈ വിശേഷങ്ങളായി ഞാനും ഉണ്ടാകും കൂടെ. ഐ ഡോണ്ട് നോ വെൻ ദിസ് വീഡിയോ വിൽ ബി പോസ്റ്റിംഗ്. സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. അച്ഛ അമ്മ പൊന്നുണ്ട് എൻ്റെ കൂടെ. അവരെ വ്ളോഗിൽ വരുമോ എന്ന് എനിക്കറിയില്ല, ബട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. ഇപ്പം നമ്മൾ കണ്ടത് ഓണപ്പൊട്ടനെയാണ്. ഓണപ്പൊട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഓണം, ഉത്രാടം, തിരുവോണം ദിനങ്ങളിൽ വീട്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഓണപ്പൊട്ടൻ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാരക്ടർ സംസാരിക്കില്ല. അങ്ങനെ ഓരോ ആൾക്കാരാണ് ഈ വേഷം കെട്ടിയിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ പോവുക ചെയ്യുക ഉത്രാടം, തിരുവോണം ദിനങ്ങളിൽ. ഓണപ്പൊട്ടനെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഇപ്പം കേരളത്തിൽ ഭയങ്കര കുറഞ്ഞു വരികയാണ്. കുഞ്ഞിക്കുട്ടികളൊക്കെ ഇത് കണ്ടിരിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ലഞ്ച് കഴിക്കാൻ സദ്യയാണ് കഴിക്കുന്നത്. സോ ഗൈസ്, 2 വിധം പായസം അടങ്ങുന്ന ഒരു ഉഗ്ര സദ്യ ഇപ്പം എൻ്റെ മുന്നിലുണ്ട്. ലെറ്റ്സ് അറ്റാക്ക്. ഞാനിപ്പോൾ
നല്ല തിരക്കുണ്ട് ഇവിടെ, കുറേ ആൾക്കാർ വരുന്നുണ്ട്, നല്ല റഷ്. പൊന്നു എങ്ങനെയുണ്ട്? സോ ഫസ്റ്റ് ടൈമാണ് ഓണത്തിന് നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഇത്രയും വർഷമായിട്ട് നമ്മൾ ഓണം വീട്ടിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യാറ്. ഫസ്റ്റ് ടൈമാണ് ഗുരുവായൂരേക്ക് വരുന്നത് ഫോർ എ ചേഞ്ച്. ബട്ട് ഇറ്റ് ഫീൽസ് ലൈക്ക് എന്താ പറയുക, ഭയങ്കര നല്ല രസമുണ്ട്. ലൈക്ക് വേറെ തന്നെ ഒരു വൈബാണ് ഇവിടെ. ഒബ്വിയസ്ലി ഗുരുവായൂർ എല്ലാവരും വന്നിട്ടുണ്ടാവും, കോഴ്സ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പം ഓണത്തിന് ഇവിടെ എനിക്ക് സോ ഗുഡ്. അല്ല പൊന്നു? കല്യാണ കൃഷ്ണനാഥ മുരൾ ഗാന വിലോല കല്യാണ കൃഷ്ണനാഥ മുനി സന്നത മാല ഓ പരനാഥ ഗാന വിലോല കല്യാണ കൃഷ്ണ കൃഷ്ണ. ഇറ്റ്സ് ഓൾമോസ്റ്റ് 12. സോ നമ്മളിപ്പോൾ റൂമിലേക്ക് പോകാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട്. നാളെ മോർണിംഗ് എനിക്കൊരു ഷൂട്ടുണ്ട് ഇവിടെ. ഹോപ്പ് ഐ ബി ഡൂയിങ് ഇറ്റ്. സോ രാവിലെ കാണാം. ഗുഡ് മോർണിംഗ് ഗായ്സ്, ഹാപ്പി ഓണം. സോ ഇന്ന് എനിക്ക് രാവിലെ തന്നെ ഒരു ഷൂട്ടുണ്ട്. ഞാൻ തന്നെ എന്തൊക്കെ തട്ടിക്കൂട്ട് മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ഫോട്ടോഗ്രാഫർ അവിടെ എത്തി, നമ്മൾ പോവുകയാണ് അമ്പലത്തിലേക്ക്. ചലോ. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി, അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഇന്ന് തിരുവോണം ആയതുകൊണ്ട് തന്നെ ഇത്ര ആളുണ്ടാവുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. ഷൂട്ടൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല പ്രോപ്പറായിട്ട്, കാരണം ഒത്തിരി ആളുള്ളതുകൊണ്ട് നമുക്ക് നന്നായി പിക്ചേഴ്സൊന്നും കിട്ടിയില്ല. എങ്ങനെയൊക്കെ കുറച്ച് ഫോട്ടോസ് എടുത്തു, ബട്ട് നോട്ട് സാറ്റിസ്ഫൈഡ്. ഞാനൊരു ഫോട്ടോഗ്രാഫർ അത് വിചാരിച്ച പോലെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. നമ്മളിപ്പോൾ ആനക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത്. ഒരു ആക്ച്വലി വീഡിയോഗ്രാഫി അലൗഡ് അല്ല. ഈ ആനക്ക് കുറച്ച് പ്രശ്നമുള്ള ആനയാണ്, മതപ്പാടൊക്കെയുള്ള ആനയാണെന്ന് പറയുന്നത്. വീഡിയോഗ്രാഫി അലൗഡ് അല്ല. ഞാൻ ആരും കാണാതെയാണ് ഇപ്പോൾ ക്യാപ്ചർ ചെയ്യുന്നത്. She is vibing here. Vibing. ഞാനിപ്പോൾ ഉള്ളത് എലിഫൻറ്റ് സാങ്ച്വറിയിലാണ്, ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്തുള്ള.
സോ ഇവിടെ കുറേ ആനകളുണ്ട്. ചില ആനകൾക്ക് മതപ്പാടുണ്ട്. അതിന് പുറത്ത് ആ ആനേൻ്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്, കോഷൻ എഴുതി വെച്ചിട്ടുണ്ട്. കുറേ ആനകളുണ്ട്. ഫുൾ ഡാൻസ് ആണ്. ഇപ്പം ഇതുപോലുള്ള ആന വളർത്ത് കേന്ദ്രം, ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതായത് ആനകളെ കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ച് ഇവിടെ പാർപ്പിച്ച് ഇങ്ങനെ ചങ്ങലൊക്കെ ഇട്ട്, ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ പേഴ്സണലി ഇത് ഡിസഗ്രി ചെയ്യുന്ന ഒരാളാണ്. സോ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഇറ്റ്? സോ ഗൈസ്, ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. അത്ര ഭയങ്കര പെർഫെക്റ്റ് വ്ളോഗൊന്നും അല്ലായിരുന്നു. കാരണം എനിക്ക് പറ്റാവുന്ന രീതിയിലാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. കാരണം അമ്പലത്തിൽ ഫോൺസ് ഒന്നും എലൗഡ് അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. സോ പറ്റുന്ന ടൈമിലാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കുറേ ആൾക്കാർ വീഡിയോസ് കാണുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സോ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അതാണ് നമ്മുടെ ഒരു എനർജി നെക്സ്റ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടി. So guys, that's it. So take care. Bye bye.